ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചീരയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചീരത്തോരന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല നാടൻ ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂത്ത തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇളയ തണ്ടും അതിൻ്റെ ഇലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ചീര നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം അരിയാൻ. ഇതിൽ നല്ല മണ്ണും ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2-3 വട്ടം വെള്ളത്തിലിട്ട് കഴുകി കൊടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര വേവിക്കാം. അതിനു വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2-3 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണയിൽ കിടന്ന് മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുകും എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇടുന്നില്ല. ചീരയൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റാണ് ഉപ്പിടുക. ഇതിൻ്റെ അയൺ കണ്ടൻറ്റൊക്കെ പോകുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5-10 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലൊരു കുറച്ച് ഉപ്പ് മതിയാവും. ചീരയിലൊന്നും നമ്മൾ കൂടുതൽ ഉപ്പ് ചേർക്കില്ല. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്.